അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്വന്തം മക്കളെ വിവാഹം ചെയ്യാമെന്ന് വിശുദ്ധ ഖുർആൻ ഷരീഫിലുണ്ട് എന്ന് നമ്മുടെ ആരിഫ്. അത് പോയി പെട്ടത് ലണ്ടനിൽ. ലണ്ടനിലെ മുസ്ലിംസ് അത് എവിടെയെന്ന്. അപ്പോൾ ആരിഫിൻ്റെ മറുപടി ഞാനിപ്പോൾ അത് കാട്ടിത്തരാമെന്ന്. കുറേ തപ്പി കിട്ടിയില്ല. സോറി, ഞാൻ അയച്ചു തരാമെന്ന് ആരിഫ്. തുടക്കത്തിൽ തടി കിട്ടിയത് ഭാഗ്യം. തടി കിട്ടിയതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? അത് ഇസ്ലാമാണ് എന്നതുകൊണ്ടാണ്. ഇസ്ലാമല്ലാത്ത മറ്റൊരു മതത്തിനെതിരെയാണ്, മറ്റൊരു വേദപുസ്തകത്തിനെതിരെയാണ് ആരിഫ് പറഞ്ഞതെങ്കിൽ ആരിഫും കാണൂല, ആരിഫിൻ്റെ യൂട്യൂബും കാണൂല. അട്ടിക്കൊണ്ട് തിരിഞ്ഞിട്ടുണ്ടാവും. ഇനി ആരിഫിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറ്റൊരു മതത്തെ പറഞ്ഞു നോക്കട്ടെ. ഹൈന്ദവ വേദപുസ്തകമോ അല്ലെങ്കിൽ ക്രൈസ്തവ വേദപുസ്തകമോ. ഈ മതം വിട്ടവന് ഒരു മതത്തിൽ വിശ്വാസമില്ലല്ലോ. അതിനൊന്നും പറഞ്ഞു നോക്കട്ടെ. സംഖ്യകൾ വെച്ച് കീറിക്കളയും. അപ്പം ഇസ്ലാമിക വിശ്വാസികൾ അത് അങ്ങനെ അല്ല എന്ന് ആരിഫിന് ഇതിലും വലിയ ഒരു തെളിവിന് തരാനില്ല. അപ്പോൾ ഇതൊന്ന് പഠിച്ച് മനസ്സിലാക്കിക്കോളണം. എന്നിട്ടും മനസ്സിലാവുന്നില്ല എന്നാണെങ്കിൽ പിന്നെ എൻ്റെ തലച്ചോറ് ഒന്നിനും പറ്റൂല എന്നുള്ളതാണ്. ഒന്നാമതൊന്നും പറ്റൂല. കാരണം എന്താ? ആരിഫ് എന്ന് പറഞ്ഞാൽ ചണ്ടയാണ്. അതിങ്ങനെ കിട്ടി ചണ്ട എത്ര കിട്ടിയാലും അത് ഒന്നും ആവില്ലല്ലോ. എന്നതുപോലെ കൊട്ട് കിട്ടി അത് തഴമ്പിച്ചു പോയി. ഇനിയിപ്പോൾ അതിനോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നുള്ള ഒരവസ്ഥയാണ്. ഇത്ര നല്ല രീതിയിൽ ഇൻ്റർനാഷണൽ ഊക്ക് വാങ്ങിയ വേറെ ഒരു നിരീശ്വരവാദി ഇന്ത്യയിൽ നിന്നല്ല, ലോകത്ത് തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. എൻ്റെ പൊന്നാര ആരിഫെ, പണിയെടുത്തിട്ട് അന്തസ്സായിട്ട് ജീവിച്ചു വിടുക. ആത്മാഭിമാനം നിന്നെ തേടി വരും. ഇതൊന്ന് ആലോചിച്ച് നോക്കിയാണ്. സമൂഹത്തിൻ്റെ മുന്നിൽ വിലയില്ല, കുടുംബത്തിലൊരു പട്ടിയുടെ വിലയില്ല, സ്വന്തം മാതാപിതാക്കളുടെ മഹത്വം എന്തെന്നറിയില്ല, 10 പൈസൻ്റെ ബുദ്ധിയില്ല, വിവരമില്ല. ഇതൊക്കെ, ഈ യോഗ്യതയൊക്കെ ഒരു നിരീശ്വരവാദിയാകാനുള്ള ഒരു യോഗ്യതയാണത്. നിരീശ്വരവാദത്തിലേക്ക് തലകൊണ്ട് വെക്കുന്ന ആളുകളെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നും അവൻ്റെ ബുദ്ധി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ബുദ്ധി, വിവരം 10 പൈസന് ഉണ്ടാവില്ല. സമൂഹത്തിലും വിലയുണ്ടായില്ല, കുടുംബത്തിലും വിലയുണ്ടായില്ല, എവിടെയും വിലയുണ്ടാവില്ല. പക്ഷെ മറ്റുള്ള നിരീശ്വരവാദികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ബെറ്ററാണ്. അതിലും തരം താഴ്ന്നു പോയല്ലോടാ ആരിഫത്. ഒരു മതം ഉപേക്ഷിക്കുക, ആ മതത്തെ പച്ച നുണ പറഞ്ഞ്, ഇല്ലായ്മ പറഞ്ഞ്, മോശപ്പെട്ട വാക്കുകളൊക്കെ പറഞ്ഞ് അത് യൂട്യൂബിലൂടെ പ്രചരിപ്പിച്ച് അതിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് നക്കി തിന്നാം. ബെസ്റ്റ്. ഏതായാലും ഇങ്ങനത്തെ ഒരു ഗതികേട് വേറെ ആർക്കും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ ഖുർആനെതിരെ ഇല്ലാത്ത ഒരു ആരോപണം, അത് അത്രയും മോശപ്പെട്ട ഒരു ആരോപണം, അത് ഉന്നയിച്ച് ലണ്ടനിലെ മുസ്ലിമുകൾക്ക് മുന്നിൽ അനക്കൊരു പോറൽ പൊതു ഏൽപ്പിക്കാതെ അവിടുന്ന് പോന്നിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിൻ്റെ പ്രത്യേകതയാണ്. ചുരുക്കം മനസ്സിലാക്കിക്കോ. ഇനിയിപ്പോൾ ഇതിനെ കൂടുതൽ മനസ്സിലാക്കി തരാൻ വേറെ ഒരു ശ്രമം കിട്ടിയെന്ന് വരില്ല.